പഠിച്ചു വരുമ്പോൾ പഠനത്തോടുള്ള തന്റെ അഭിവാഞ്ച, തന്റെ ഇഷ്ടം, തന്റെ ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തിയ ഒരു സാധാരണ കുടുംബത്തിലെ ഒരു അംഗം. അത് കഴിഞ്ഞ് അവിടുന്ന് വളർന്ന് LLBക്ക് പഠിക്കാൻ കോഴിക്കോട്ടെ ലോ കോളേജിൽ അഡ്മിഷൻ കിട്ടുമ്പോൾ അവിടുന്ന് സംഘടനാ പ്രവർത്തനത്തിന്റെ ബാലപാഠങ്ങൾ പഠിക്കുന്ന ഒരു പെൺകുട്ടി. അപ്പോഴും ആലോചിച്ചിട്ടുണ്ടാവില്ല സംഘടനാ പ്രവർത്തനത്തിന്റെ രംഗത്തേക്ക് വരുന്നത് നാളെ ഇതുപോലൊരു നിർണായക തെരഞ്ഞെടുപ്പിൽ, കേരളം വീണ്ടെടുക്കാനുള്ള തെരഞ്ഞെടുപ്പിൽ എന്റെ പ്രസ്ഥാനവും മുന്നണിയും അതിനുള്ളൊരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിക്കുമെന്ന് കരുതിയല്ല. അപ്പോ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം മുമ്പിലെന്തോ അത് ഏറ്റെടുക്കാനുള്ള താല്പര്യത്തോടെ രംഗത്തിറങ്ങുന്ന ഒരു കുട്ടി. അവിടുന്ന് വിജയകരമായി കോഴിക്കോട്ടെ ലോ കോളേജിൽ ലോ പഠിച്ച് പാസ്സായി. ആ ലോ പഠിച്ച് പാസ്സാകുമ്പോഴും പഠനം അവസാനിക്കാത്തൊരു പ്രക്രിയയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവിടുന്ന് തൃശൂർ ലോ കോളേജിൽ എൻട്രൻസ് എഴുതി അവിടെ PGക്ക് അഡ്മിഷൻ കിട്ടി. തൃശൂർ ലോ കോളേജിൽ നിന്ന് അഡ്മിനിസ്ട്രേഷൻ ലോയിൽ LLM ചെയ്ത ഒരു സാരഥിയാണ് നമ്മുടെ സ്ഥാനാർത്ഥിയായി ഇവിടെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അവിടെ പഠിക്കുമ്പോഴും തെരഞ്ഞെടുപ്പിന്റെ ബാലപാഠങ്ങളിലൂടെ പോകുമ്പോൾ തൃശൂർ ലോ കോളേജ് പോലൊരു സ്ഥലത്ത് ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ അവിടുത്തെ PG റപ്പായി ജയിച്ചു വരുന്ന കുട്ടി ഒരിക്കലും കരുതി കാണില്ല അധികം വർഷങ്ങൾ വൈകാതെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രതീക്ഷകളും ജനങ്ങളുടെ ആഗ്രഹങ്ങളും നിറവേറ്റാനുള്ള ഉത്തരവാദിത്വം തന്നിലേക്ക് വന്നു ചേരുമെന്ന്. യൂണിവേഴ്സിറ്റിയിൽ ഫോക്ലോറിന് പഠിക്കുന്ന സമയത്തും ഒരുപക്ഷെ തെരഞ്ഞെടുപ്പുകൾ അജണ്ടയായിരിക്കില്ല. അങ്ങനെ ഹരിത ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നേതൃപദവിയിലേക്ക് കടന്നു വന്നു കേരളത്തിന്റെ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് അധ്വാനം കൊണ്ട് തന്റെ ആ ഇടത്തിൽ ഒരു കസേര വലിച്ചിട്ട പെൺകുട്ടിയാണ് ഫാത്തിമ തഹ്ലിയ എന്നുള്ളത് ഈ നാട്ടിലെ സാധാരണ വീടുകളിലെ മുഴുവൻ പെൺകുട്ടികൾക്കും അഭിമാനത്തോടെ നോക്കിക്കാണാവുന്ന ഒന്നാണ്. വിശ്വാസം അവനവന്റെ വ്യക്തിപരമായ കാര്യം മാത്രമാക്കി ഈ പുതുയുഗത്തിൽ പുതിയ തലമുറയുമായി സംവദിക്കാൻ, അവരുടെ ആസ്പിറേഷൻസിനെ തിരിച്ചറിയാൻ അതിന്റെ ശബ്ദമാവാൻ കഴിയുന്ന പെൺകുട്ടി. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലേക്ക്, US-ലേക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്റർനാഷണൽ മിനിസ്റ്റീരിയൽ കോൺഫറൻസിന് വേണ്ടി, റിലീജിയസ് ടോളറൻസിന് വേണ്ടി നടക്കുന്ന സംഗമത്തിലേക്ക് അതിഥിയായി ഈ പെൺകുട്ടി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ ശബ്ദം, ആ പെൺകുട്ടിയുടെ നിലപാടുകൾ ഈ നാടിന്റെ അതിർത്തി കടന്നും പ്രകടിപ്പിക്കാനുള്ള വേദികളിലേക്ക് ക്ഷണിക്കപ്പെട്ട ഒരാളാണ് നമ്മുടെ സ്ഥാനാർത്ഥി എന്ന് അഭിമാനത്തോടെ പറയാം. അവിടുത്തെ എക്സ്ചേഞ്ച് പ്രോഗ്രാമുകളിലെ അതിന്റെ ശേഷം രൂപീകരിക്കപ്പെടുന്ന കമ്മിറ്റികളിൽ ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്ന ആളായി ആ പെൺകുട്ടി മാറുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയണം, കേരള ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിക്ക് സമാഗതി എന്ന പേരിൽ ഇവിടെ തുല്യ നീതിക്ക് വേണ്ടി നടത്തുന്ന പോരാട്ടങ്ങളിൽ ഇടപെടലുകൾ നടത്താൻ കഴിയുന്ന അതിന്റെ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളൊക്കെയാണെങ്കിൽ എല്ലാം കഴിഞ്ഞ് കോഴിക്കോട്ടെ കോർപ്പറേഷനിൽ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് ഇറങ്ങുമ്പോൾ ജനാധിപത്യത്തിന്റെ ഏറ്റവും അടിസ്ഥാന ശിലയായ തദ്ദേശ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു കോർപ്പറേഷൻ വാർഡിൽ 2073 വോട്ടിന് വിജയിച്ച ഫാത്തിമ തഹ്ലിയ ഇന്ന് പേരാമ്പ്രയുടെ സ്ഥാനാർത്ഥിയാണെങ്കിൽ ഈ ജനത തീരുമാനിച്ചാൽ, നിങ്ങൾ മനസ്സുവെച്ചാൽ, നിങ്ങളുടെ വീട്ടിൽ വളർന്നു വരുന്ന ഒരു സാധാരണ പെൺകുട്ടിയുടെ ചിത്രം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ ഉത്തമ ശൃംഖങ്ങളിലല്ല പെരുവയിൽ പഞ്ചായത്തിലെ ഒരു പഞ്ചായത്ത് മെമ്പറുടെ മകൾക്ക് ഐക്യ ജനാധിപത്യ മുന്നണി ഇവർ മത്സരിക്കാൻ ഒരവസരം കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, മകളെ പോലെ, സഹോദരിയെ പോലെ, സുഹൃത്തിനെ പോലെ നിങ്ങൾ ഏറ്റെടുക്കണം. ഈ നാടിന്റെ ശബ്ദമായി, ഈ നാടിന്റെ ഐക്യത്തിന്റെ കാഹളമായി, നമ്മുടെ വീടുകളിൽ നിന്ന് വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് പ്രചോദനമായി, ജാതിക്കും മതത്തിനും അതീതമായി ഒരു സ്വപ്നം തന്റെ മുമ്പിൽ അത് ആർജവത്തോടെ നടന്നെടുക്കാൻ തീരുമാനിച്ചാൽ അതിനെ തടസ്സപ്പെടുത്താൻ ഒരാൾക്കും സാധിക്കില്ല എന്ന് ഏത് സാധാരണ വീട്ടിലെ പെൺകുട്ടിക്കും കരുത്തോടൊരു സന്ദേശം നൽകാൻ പേരാമ്പ്ര ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അങ്ങനെയാണ് ആഗ്രഹമെങ്കിൽ അതിർവരമ്പുകളെ മറികടന്ന് നമ്മുടെ പെൺകുട്ടികൾ അവരുടെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ, രാഷ്ട്രീയ ജീവിതത്തിൽ ഈ നാട്ടിൽ നാളെ 33% സംവരണം നിയമസഭയിലേക്കും പാർലമെന്റിലേക്കും ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ ആ സംവരണ അവസരങ്ങൾക്ക് കാത്തു നിൽക്കാതെ ഈ നാട്ടിലെ സ്ത്രീകളുടെ ശബ്ദമായി ഒരു പെൺകുട്ടി നടന്നത് ചൂണ്ടിക്കാണിക്കാൻ ഈ വീട്ടിലെ ഓരോ അമ്മമാരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നമ്മുടെ മുമ്പിലെ ചോയ്സ് എന്ന് പറയുന്നത് the brightest choice, the powerful choice, I must say it's Fatima Tahliya.